പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 7. പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 66 വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 1 മുതൽ തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് കർശന പരിശോധന നടത്തിവരികയാണ് മന്ത്രാലയം. മസ്കത്തിലടക്കം വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധനകൾ നടന്നുവരികയാണ്. തൊഴിലിടങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയ ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയാണ് ചെയ്തുവരുന്നത്. തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. മസ്കത്ത്, ദോഫാർ, പാത്തിന ഗവർണറേറ്റുകളിലാണ് ആദ്യഘട്ട പരിശോധനകൾ. തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി സഹായവുമായി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗവുമായി സഹകരിച്ച് പരിശോധന ശക്തിപ്പെടുത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ മേഖലയിലെ ഏറ്റവും സമയനിഷ്ഠയുള്ള വിമാന കമ്പനിയായി ഒമാൻ എയർ. ലോകത്തിലെ പ്രമുഖ ഡാറ്റ അനാലിസിസ് കമ്പനിയായ സെറിം 202 നടത്തിയ ഓൺ ടൈം പെർഫോമൻസ് റിവ്യൂവിലാണ് ഒമാൻ എയറിനെ കൃത്യസമയങ്ങളിലെ വിമാന സർവീസുകളെ പരാമർശിക്കുന്നത്. 92.5% കൃത്യനിഷ്ഠ പാലിച്ചാണ് ഒമാൻ എയർ ഈ നേട്ടം കരസ്ഥമാക്കിയത്. 2022-ലും 91.3% ഓൺ ടൈം പ്രകടന നിരക്കോടെ ഒമാൻ എയർ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. 600-ലധികം തത്സമയ വ്യോമയാൻ വിവര സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിലെ യാത്രാവിമാനങ്ങളുടെ പ്രധാന മാനദണ്ഡങ്ങളിലൊന്നായും സൂചിക കണക്കാക്കപ്പെടുന്നു. സമയബന്ധിതമായ സേവനങ്ങൾ ഒമാൻ എയറിനെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നു. ഒമാൻ എയറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം റിപ്പോർട്ട്. ചൊവ്വാഴ്ച വരെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകും. വടക്കൻ മേഖലയിൽ അന്തരീക്ഷം മേഘാവൃതമാകും. ഇടിമിന്നലോട് കൂടിയ മഴയും ലഭിക്കും. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത തണുപ്പ് അനുഭവപ്പെടും. മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമെല്ലാം മേഘങ്ങൾ ഒഴുകി നടക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മുസന്തം ഗവർണറേറ്റ്, ഒമാൻ കടൽ തീരങ്ങൾ, അൽ ഹജർ പർവ്വതനിരകൾ, അവയുടെ സമീപ പ്രദേശങ്ങൾ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാകും അന്തരീക്ഷം കൂടുതൽ മേഘാവൃതമാവുക. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലേക്കും ഇവ വ്യാപിച്ചേക്കുമെന്നും സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. രാജ്യത്തെ അസ്ഥിര കാലാവസ്ഥയിൽ ആരോഗ്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന് വിദഗ്ധർ ഉണർത്തുന്നു. തണുത്ത കാലാവസ്ഥയിൽ അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ, ഫ്ലൂ തുടങ്ങിയവ വർദ്ധിക്കുന്നത് സാധാരണയാണ്. അസ്ഥിരമായ കാലാവസ്ഥയിൽ താമസക്കാർ സാധാരണയായി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയാണെങ്കിലും വീട്ടിലും ഓഫീസിലും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ കൂട്ടിച്ചേർത്തു. അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കത്ത് ഗവർണറേറ്റിൽ നിന്ന് നിരവധി സ്ത്രീകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൗഷർ വിലായത്തിൽ നിന്നാണ് വിവിധ രാജ്യക്കാരായ ഒരു കൂട്ടം സ്ത്രീകളെ ബൗഷർ സ്പെഷ്യൽ ടാസ്ക് പോലീസ് കമാൻഡ് പിടികൂടുന്നത്. അറസ്റ്റിലായവർ ഏഷ്യൻ, ആഫ്രിക്കൻ വംശജരാണെന്നും പ്രതികൾ ഒമാൻ താമസ നിയമം ലംഘിച്ചതായും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും പോലീസ് അറിയിച്ചു. പ്രഥമ മിഡിൽ ഈസ്റ്റ് സ്പേസ് ഫോറത്തിൽ ഒമാൻ ആതിഥേയത്വം വഹിക്കും. മസ്കത്തിൽ നാളെ തുടക്കം കുറിക്കുന്ന ഫോറത്തിന് ഒമാൻ ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം കാർമ്മികത്വം വഹിക്കും. മേഖലയിൽ ബഹിരാകാശ രംഗത്തുള്ള അവസരങ്ങളും സാധ്യതകളും ഫോറത്തിൽ അവതരിപ്പിക്കപ്പെടും. ഒമാനിൽ നിന്നുള്ള സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മികച്ച അവസരമാണ് ഫോറം തുറന്നുവെക്കുന്നത്. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന് ഇവർക്ക് അവസരമുണ്ടാകുമെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഷിദ്ദാനി പറഞ്ഞു. മേഖലയിലെ 400-ൽ പരം വിദഗ്ധർ ഫോറത്തിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ UAEക്കെതിരെ 1 ഗോൾ ജയവുമായി ഒമാൻ. അബുദാബി അൽ നഹിയാൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇരു ടീമുകളും പുറത്തെടുത്തത്. കളിയുടെ 5-ാം മിനിറ്റിൽ അബ്ദുള്ള അൽ ഫവാസ് നേടിയ ഗോളാണ് ഒമാന് വിജയം സമ്മാനിച്ചത്. കളിയുടെ ആദ്യ നിമിഷങ്ങൾ മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു. എന്നാൽ ഒമാൻ മധ്യനിര താരം സലാഹ് അൽ യഹ്യായി നൽകിയ മികച്ചൊരു അസിസ്റ്റ് ഗോളാക്കി അബ്ദുള്ള ഫവാസ് ടീമിന് ലീഡ് നേടിക്കൊടുത്തു. സമനില നേടാൻ UAE താരങ്ങൾ നിരന്തരം ശ്രമിച്ചെങ്കിലും ഒമാൻ പ്രതിരോധ മതിൽ തകർക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ ഒമാൻ മധ്യനിര നെയ്ത കളിയിൽ മികച്ച മുന്നേറ്റങ്ങളും കാണാൻ സാധിച്ചു. മുന്നേറ്റവും മധ്യനിരയും പ്രതിരോധവും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ഒമാൻ 1 ഗോളിന്റെ വിജയത്തോടെ ഏഷ്യ കപ്പ് മുന്നൊരുക്കം പ്രതീക്ഷ നൽകുന്നതാക്കി. കഴിഞ്ഞ മത്സരത്തിൽ ഒമാൻ ചൈനയെ പരാജയപ്പെടുത്തിയിരുന്നു. റിസാല സ്റ്റഡി സർക്കിൾ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്ലോബൽ തലങ്ങളിൽ വിഭവം കരുതണം വിപ്ലവമാവണം എന്ന പ്രമേയത്തിൽ യൂണിറ്റുകളിൽ യൂത്ത് കോൺഫറൻസിയകൾക്ക് തുടക്കമായി. ഒമാൻ നാഷണൽ തല ഉദ്ഘാടനം ഇബ്ര സോണിലെ അലായ യൂണിറ്റിൽ നടന്നു. കോൺഫറൻസ് ക്രൂ പ്രതിനിധി മുസ്തഫ ബംഗളൂരുവിന്റെ അധ്യക്ഷതയിൽ അലായ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ജനറൽ സെക്രട്ടറി മുനീബ് TK 30-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രവാസികളിൽ നടത്തിയ സർവേയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഒമാൻ വേദിയാകും. ടൂർണമെന്റിൽ 8 അന്താരാഷ്ട്ര ടീമുകൾ പങ്കെടുക്കും. മുന്നൊരുക്കങ്ങൾക്കായി താരങ്ങളും പരിശീലകരും മസ്കത്തിൽ എത്തിത്തുടങ്ങി. ബ്രിട്ടൻ, ന്യൂസിലാൻഡ് ടീമുകളാണ് നേരത്തെ എത്തിയത്. മറ്റു ടീമുകളും അടുത്ത ദിവസങ്ങളിൽ ഒമാനിലെത്തി പരിശീലനം ആരംഭിക്കും. ജനുവരി 15 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ. ആദ്യ 3 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ ഒളിമ്പിക്സിന് യോഗ്യത നേടും. തുടർന്ന് ഈ മാസം 24-ന് ആരംഭിച്ച് 31-ന് അവസാനിക്കുന്ന ഹോക്കി ലോകകപ്പിന് ഹോക്കി ഒമാൻ വേദിയാകും. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒമാനിലെ പുതിയ ഹോക്കി സ്റ്റേഡിയം ഹോക്കി ഒമാൻ രാജ്യത്തിന് സമർപ്പിച്ചത്. ഇൻ്റഗ്രേറ്റഡ് കോംപ്ലക്സും സ്റ്റേഡിയവും ഹോക്കി ഗ്രൗണ്ടും അടങ്ങുന്ന ഹോക്കി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 5000-ത്തിലധികം ആളുകളെ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. സീറ്റുകളിളക്കി മറ്റിടങ്ങളിലേക്ക് മാറ്റാവുന്ന രൂപത്തിലുള്ളവയുമാണ്. ഏറ്റവും നൂതന സൗകര്യങ്ങളോടെയുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് കോംപ്ലക്സ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അംഗീകാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഒമാൻ വേദിയാകും. ടൂർണമെന്റിൽ 8 അന്താരാഷ്ട്ര ടീമുകൾ പങ്കെടുക്കും. മുന്നൊരുക്കങ്ങൾക്കായി താരങ്ങളും പരിശീലകരും മസ്കത്തിൽ എത്തിത്തുടങ്ങി. ബ്രിട്ടൻ, ന്യൂസിലാൻഡ് ടീമുകളാണ് നേരത്തെ എത്തിയത്. മറ്റു ടീമുകളും അടുത്ത ദിവസങ്ങളിൽ ഒമാനിലെത്തി പരിശീലനം ആരംഭിക്കും. ജനുവരി 15 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ. ആദ്യ 3 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ ഒളിമ്പിക്സിന് യോഗ്യത നേടും. തുടർന്ന് ഈ മാസം 24-ന് ആരംഭിച്ച് 31-ന് അവസാനിക്കുന്ന ഹോക്കി ലോകകപ്പിന് ഹോക്കി ഒമാൻ വേദിയാകും. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒമാനിലെ പുതിയ ഹോക്കി സ്റ്റേഡിയം ഹോക്കി ഒമാൻ രാജ്യത്തിന് സമർപ്പിച്ചത്. ഇൻ്റഗ്രേറ്റഡ് കോംപ്ലക്സും സ്റ്റേഡിയവും ഹോക്കി ഗ്രൗണ്ടും അടങ്ങുന്ന ഹോക്കി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 5000-ത്തിലധികം ആളുകളെ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. സീറ്റുകളിളക്കി മറ്റിടങ്ങളിലേക്ക് മാറ്റാവുന്ന രൂപത്തിലുള്ളവയുമാണ്. ഏറ്റവും നൂതന സൗകര്യങ്ങളോടെയുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് കോംപ്ലക്സ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അംഗീകാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരം ആഘോഷിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാനിലെ മലയാളി സമൂഹത്തിന് സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു പുതുവർഷം അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിഭാഗം കൺവീനർ ഇബ്രാഹിം ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു. മലയിൽ നിന്ന് വീണയാളെ റോയൽ ഒമാൻ പോലീസ് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നഖൽ വിലായത്തിലാണ് സംഭവം. മല കയറുന്നതിനിടെ താഴേക്ക് വീണ സ്വദേശിയെ പോലീസ് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ ഖൗല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചു. മല കയറുന്നവർ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ മലയിൽ കുടുങ്ങിയയാളെ റോയൽ ഒമാൻ പോലീസ് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തിയിരുന്നു. ദാഖിറ ഗവർണറേറ്റിലെ യങ്കൽ വിലായത്തിലാണ് സംഭവം. അൽ ഹൗറ മല കയറുന്നതിനിടെ വഴിയിൽ കുടുങ്ങിയ സ്വദേശി പോലീസ് സഹായം തേടുകയായിരുന്നു. ഇയാളെ യങ്കൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി.
ആഗോള കിടക്ക നിർമ്മാണ വ്യവസായത്തിലെ അതികായരായ പോളി പ്രൊഡക്ട്സ് അതിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും വിശാലമാക്കാനും സുപ്രധാന പങ്കാളിയായി 10X സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻസിനെ തിരഞ്ഞെടുത്തു. റാഹ മാട്രസിനും 10Xന്റെ വൈദഗ്ധ്യത്തിൻ്റെ പ്രയോജനം ലഭിക്കും. 1979 തുടക്കം കുറിച്ച റാഹ ഒമാന്റെ വിപണിയിലെ സാന്നിധ്യം ഇതുവഴി വിപുലപ്പെടുത്തും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.